ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ESR സ്പെക്ട്രോസ്കോപ്പിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ESR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇലക്ട്രോൺ സ്പിൻ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻട്രാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് എനർജി ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പം ഈ എനർജി ലെവൽസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോൺസ് ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവുകയും അബ്സോർബ്ഡ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രം നമുക്ക് കിട്ടുകയും ചെയ്യുന്നു അല്ലേ? ഇതാണ് ESR സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ESR സ്പെക്ട്രം പഠിച്ചപ്പം ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോണിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് പഠിച്ചത്. ഓക്കെ, അപ്പം നമ്മളൊരു കോമ്പൗണ്ടിൻ്റെ ESR സ്പെക്ട്രം എടുക്കാൻ വേണ്ടിയിട്ട് ആ കോമ്പൗണ്ടിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല, മൊത്തത്തിലാണ് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നത്. അല്ലാതെ അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോണിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ആ ഇലക്ട്രോണിനെ കൊണ്ടുവന്നല്ല മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നത്. അപ്പം നമ്മൾ ആ കോമ്പൗണ്ട് ആസ് സച്ച് ആണ് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെക്കുന്നത്. അപ്പം ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ ഭാഗമാകാം, അല്ലെങ്കിൽ അതൊരു മോളിക്യൂളിൻ്റെ ഭാഗമാകാം, ഓർ ഇറ്റ് ഈസ് ഇൻ എ ക്രിസ്റ്റൽ എൻവയോൺമെൻറ്റ്, അതൊരു ക്രിസ്റ്റൽ എൻവയോൺമെൻറ്റിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഇൻട്രാക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ, ആ ഒരു ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള ഇൻട്രാക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ ഇലക്ട്രോൺ മാത്രമല്ല നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത്. പകരം എന്താണ്? ആ ഇലക്ട്രോണിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ക്രിസ്റ്റൽ എൻവയോൺമെൻറ്റ് മൊത്തത്തിൽ അല്ലേ, ആ ഒരു ആറ്റം ആസ് സച്ച് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടുത്തെ എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് എന്ത് ചെയ്യുന്നത്? ഇൻട്രാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രാക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ഫലമായിട്ട് ആ ഇൻട്രാക്ഷൻ എനർജിയിൽ വ്യത്യാസം വരും. ഓക്കെ, അവിടെ ഇൻട്രാക്ഷൻ എനർജിയിൽ വ്യത്യാസം വരികയും സ്പ്ലിറ്റിങ്ങിൽ വ്യത്യാസം വരികയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ ആറ്റം അല്ലേ, ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലൈനായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലേ. ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ലൈനിലായിരിക്കും. ഹൈഡ്രജൻ ആറ്റത്തിനെ കൊണ്ടുവന്ന് അതിനകത്ത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി ലെവൽസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും ആ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ എനർജി ലെവൽസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അത് എനർജി അബ്സോർബ് ചെയ്യുകയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി അബ്സോർബ് ചെയ്യുകയും ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻ നടത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു സ്പെക്ട്രം ഉണ്ടാകും, ഒരു സ്പെക്ട്രൽ ലൈൻ ഉണ്ടാകും എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രം എടുത്ത് നോക്കുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? ഒരു ലൈൻ അല്ല, പകരം എന്ത് ചെയ്യുന്നു? 2 ലൈൻ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ 2 ലൈൻസ് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് വന്നത്? അതെങ്ങനെയാണ് വന്നത്? ഇങ്ങനെ ഉണ്ടാകുന്ന ഈ സ്പ്ലിറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച ESR സ്പെക്ട്രോസ്കോപ്പിയുടെ പ്രിൻസിപ്പിൾ പഠിച്ചപ്പം പറഞ്ഞു എന്താണ്? ESR ഇൻട്രാക്ഷൻ എനർജി, അതായത് ഒരു ഇലക്ട്രോൺ എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻ എനർജി E എന്താണ്? -μ.B ആണ് എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ -μ.B മാത്രം എടുക്കാൻ കാരണം എന്താണ്? നമ്മൾ ഇലക്ട്രോണിനെ മാത്രമേ അവിടെ കൺസിഡർ ചെയ്തുള്ളൂ. കോമ്പൗണ്ടിനെ മൊത്തത്തിലെടുത്താണോ പഠിച്ചത്? അല്ല, നമ്മളെപ്പോഴും പഠിക്കുന്നത് എന്താണ്? ഒരു ഐഡിയൽ കണ്ടീഷനായിരിക്കും നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രോണിനെ മാത്രം എടുത്താണ് പഠിച്ചത്. അപ്പം നമ്മൾ കോമ്പൗണ്ടിനെ മുഴുവനായിട്ടാണ് ഏത് കോമ്പൗണ്ടിൻ്റെ ആണോ ESR സ്പെക്ട്രം വേണ്ടത് ആ കോമ്പൗണ്ടിനെ മൊത്തത്തിലാണ് നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നത്. അപ്പോൾ ആ കോമ്പൗണ്ട് മൊത്തത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത് അല്ലേ. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത്. സോ ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ ടോട്ടൽ എനർജിയിൽ വ്യത്യാസം വരും. നമ്മുടെ ഇൻട്രാക്ഷൻ എനർജി -μ.B മാത്രമായിരിക്കത്തില്ല, അഡീഷണൽ ടേംസും അവിടെ വരും. ഓക്കെ, ടോട്ടൽ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഹാമിൽട്ടോണിയൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. കാരണം എന്താണ്? ദർ വിൽ ബി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ
ഇൻട്രാക്ഷൻ ഡ്യൂ ടു ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അല്ലേ, ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് മൂലം അവിടെ ഇൻട്രാക്ഷൻ എനർജിയിൽ വ്യത്യാസം വരും. സോ ടോട്ടൽ ഹാമിൽട്ടോണിയനെ അഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സാണ് അവിടെ വരുന്നതെന്ന് ആദ്യം നോക്കാം. അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ്ങിന് കാരണം എന്താണ്, ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാം. അപ്പം ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്പ്ലിറ്റ് ബൈ നെയ്ബറിംഗ് ന്യൂക്ലിയെ കാൾഡ് ESR സിഗ്നൽ ഈ സ്പ്ലിറ്റ് ബൈ നെയ്ബറിംഗ് ന്യൂക്ലിയയുടെ പ്രസൻസിൽ ESR സ്പെക്ട്രം സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനായെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന്. ഓക്കെ, ഇതിന് കാരണമായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ESR സ്പെക്ട്രത്തിൽ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ്ങിനെ ബാധിക്കുന്ന, അതായത് അതിൻ്റെ ഇൻറ്ററാക്ഷൻ എനർജിയെ ബാധിക്കുന്ന ഓരോ ഫാക്ടേഴ്സും ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യാൻ കാരണമാകുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്ത് എവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചപ്പോൾ നമ്മൾ ഒരു ലൈനായിട്ട് മാറുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആയത് എന്തായിട്ടാണ്, ഒരു ലൈനായിട്ടല്ല സ്പ്ലിറ്റ് ചെയ്തത്, എന്താണ്, 2 ലൈൻസായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിന് കാരണം എന്താണ് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പം ഒരു ഇലക്ട്രോണിനെ അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു സിസ്റ്റം മൊത്തത്തിലാണ് വയ്ക്കുന്നത്, ഒരു കോമ്പൗണ്ടിനെ നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കുമ്പോൾ അവിടെ എന്താണ്, ആ ഇലക്ട്രോണിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും ഇൻറ്ററാക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടുണ്ടായ ഇൻറ്ററാക്ഷൻ എനർജിയാണ് E=-μ.B അല്ലേ. അത് മാത്രമല്ല അവിടെ ഉണ്ടാകുന്നത്, ഇപ്പം വേറെ കുറേ ഫാക്ടേഴ്സ് ടോട്ടൽ ഹാമിൽട്ടോണിയനിലെ ബാധിക്കും. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ കൈനറ്റിക് എനർജിയാണ്. ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി, അതായത് ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ മോഷൻ മൂലമുള്ള എനർജി. അതായത് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓർബിറ്റലിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ മോഷൻ മൂലം അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ. ആ കൈനറ്റിക് എനർജി ഒന്നാമത്തെ ഫാക്ടറാണ്. അതിൻ്റെ ടോട്ടൽ ഹാമിൽട്ടോണിയനെ ബാധിക്കുന്ന ഒന്നാമത്തെ ഫാക്ടറാണ് ഇലക്ട്രോൺ കൈനറ്റിക് എനർജി, ഓർബിറ്റൽ മോഷൻ മൂലമുള്ള ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് ഈക്വൽ ടു h²/2m del², h²/2m del². നിങ്ങൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനൊക്കെ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനകത്ത് പഠിച്ച ആ കൈനറ്റിക് എനർജിയുടെ പാർട്ടുണ്ടല്ലോ, ആ പാർട്ട് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. -h²/2m del², h കട്ടാണ്, h²/2m del² എന്ന് പറയുന്ന ഹാമിൽട്ടോണിയനിലെ ടോട്ടൽ എനർജി. ഹാമിൽട്ടോണിയൻ ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അവിടെ കൈനറ്റിക് എനർജിയുടെ ടേമാണ് -h²/2m del² എന്ന് പറയുന്നത്. അപ്പം ഒരു ഇലക്ട്രോണിനെ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, ഒരു കോമ്പൗണ്ടിനെയാണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് പഠിക്കുന്നത്. സോ ആ കോമ്പൗണ്ടിൽ ഒരുപാട് ഫാക്ടേഴ്സ് എന്തിനെ അഫക്റ്റ് ചെയ്യും, ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും, ടോട്ടൽ ഹാമിൽട്ടോണിയനെ അഫക്റ്റ് ചെയ്യും. അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ഒന്നാമത്തെ ഫാക്ടറാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് ഡ്യൂ ടു ഇറ്റ്സ് ഓർബിറ്റൽ മോഷൻ, അതിൻ്റെ ഓർബിറ്റൽ മോഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. അതെന്ന് പറയുന്നത് ഈക്വൽ ടു -h²/2m del². ഓക്കെ, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ ESR സ്പെക്ട്രത്തിന് ആക്റ്റീവായിട്ടുള്ളത് എന്താണ്, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമുക്ക് ESR സ്പെക്ട്രം തരുന്ന അൺപെയ്ഡ് ഇലക്ട്രോണിന് ചുറ്റുമുള്ള മറ്റു പല ഇലക്ട്രോൺസിൻ്റെയും ന്യൂക്ലിയയുടെയും ഫീൽഡ്, നമുക്ക് ESR സ്പെക്ട്രം തരുന്ന ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോണിൻ്റെ ചുറ്റുമുള്ള എന്താണ്, മറ്റ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ഫീൽഡ്, മറ്റ് ഇലക്ട്രോൺസിൻ്റെയും ന്യൂക്ലിയസിൻ്റെയും ഫീൽഡ് ഇതിനെ അഫക്റ്റ് ചെയ്യും, ഈ അൺപെയ്ഡ് ഇലക്ട്രോണിനെ അഫക്റ്റ് ചെയ്യും, അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എനർജിയെ അഫക്റ്റ് ചെയ്യും. സോ ഇറ്റ് വിൽ ഗിവ് പൊട്ടൻഷ്യൽ എനർജി ടു അൺപെയ്ഡ് ഇലക്ട്രോൺ. അത് ഈ ന്യൂക്ലിയയുടെ ഫീൽഡും മറ്റ് ഇലക്ട്രോൺസിൻ്റെ ഫീൽഡും ഈ നമ്മുടെ അൺപെയ്ഡ് ഇലക്ട്രോണിനെ അഫക്റ്റ് ചെയ്യും. അതായത് നമുക്ക് ESR സ്പെക്ട്രം തരുന്ന ഒരു അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട് നമ്മളെടുത്ത കോമ്പൗണ്ടിൽ. ആ അൺപെയ്ഡ് ഇലക്ട്രോണിനെ എന്തൊക്കെ അഫക്റ്റ് ചെയ്യും, അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഒരു ഫീൽഡ്, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഫീൽഡും അതേ കണക്ക് തന്നെ മറ്റ് ഇലക്ട്രോൺസ് കാണും ആ എലമെൻറ്റിൽ മറ്റ് ഇലക്ട്രോൺസിൻ്റെ ഫീൽഡും അഫക്റ്റ് ചെയ്യുകയും ഈ രണ്ട് ഫാക്ടേഴ്സും ദേ വിൽ ഗീവ് ആൻ അഡീഷണൽ പൊട്ടൻഷ്യൽ എനർജി ടു ദ അൺപെയ്ഡ് ഇലക്ട്രോണിന് ഒരു അഡീഷണൽ പൊട്ടൻഷ്യൽ എനർജി കൊടുക്കുകയും ചെയ്യും. ഈ പൊട്ടൻഷ്യൽ എനർജിയെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ എനർജി.
അപ്പം ടോട്ടൽ ഹാമിൽട്ടോണിയനെ അഫക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഇലക്ട്രോൺ കൈനറ്റിക് എനർജി ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഓർബിറ്റൽ മോഷൻ ഓഫ് ദി ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ മോഷൻ മൂലമാണ് ഫസ്റ്റ് ടേം ഉണ്ടായിരിക്കുന്നത്. ഇറ്റ്സ് വാല്യൂ ഈസ് -h²/2m del square. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അതെന്ന് പറയുന്നത് നമുക്ക് ESR സ്പെക്ട്രം തരുന്ന അൺപെയ്ഡ് ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഒരു ഫീൽഡ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് ചുറ്റുമുള്ള മറ്റ് ഇലക്ട്രോൺസിൻ്റെ ഫീൽഡും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഐസൊലേറ്റ് ചെയ്ത് വെച്ചിരിക്കുമല്ലോ, അപ്പോൾ മറ്റതിൻ്റെയൊക്കെ ഫീൽഡ് അതിനെ അഫക്റ്റ് ചെയ്യും. സോ ന്യൂക്ലിയസിൻ്റെ ഫീൽഡും മറ്റ് ഇലക്ട്രോൺസിൻ്റെ ഫീൽഡും എന്ത് ചെയ്യുന്നു, അൺപെയ്ഡ് ഇലക്ട്രോണിന് ഒരു അഡീഷണൽ പൊട്ടൻഷ്യൽ എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ അഡീഷണൽ പൊട്ടൻഷ്യൽ എനർജിയെ വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ V0. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ക്രിസ്റ്റൽ പൊട്ടൻഷ്യൽ. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ ഒരു ക്രിസ്റ്റലൈൻ എൻവയോൺമെൻറ്റിലാണ് ഇരിക്കുന്നത് അല്ലേ. സോ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഓൾ അതർ ചാർജസ് സറൗണ്ടിങ് ദ അൺപെയ്ഡ് ഇലക്ട്രോൺ ഷുഡ് ബി ടേക്കൺ. അതായത് ഇലക്ട്രോണിനെ സറൗണ്ട് ചെയ്യുന്ന നമ്മുടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ESR സ്പെക്ട്രം തരുന്ന അൺപെയ്ഡ് ഇലക്ട്രോണിനെ സറൗണ്ട് ചെയ്യുന്ന മറ്റ് ചാർജുകളുടെ ആ ഒരു ഇഫക്റ്റ്, മറ്റ് ചാർജുകളുടെ ഇഫക്റ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ ഇഫക്റ്റ് മൂലം ആ ഇലക്ട്രോണിന് കിട്ടുന്ന പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ പൊട്ടൻഷ്യൽ. എന്തെന്ന് വിളിക്കും? ക്രിസ്റ്റൽ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി അപ്പം അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ സ്ട്രെങ്തിനനുസരിച്ച് ESR സ്പെക്ട്രം എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. സ്ട്രെങ്തിനനുസരിച്ച് ESR സ്പെക്ട്രം സ്പ്ലിറ്റ് ചെയ്യും. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ ആറ്റം ഒരു ക്രിസ്റ്റൽ എൻവയോൺമെൻറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ഒരു ക്രിസ്റ്റലൈൻ എൻവയോൺമെൻറ്റിൽ ഇരിക്കുകയാണ്. സോ ദർ വിൽ ബി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലേ. അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നു ഡ്യൂ ടു ചാർജസ് സറൗണ്ടിങ് ദ അൺപെയർഡ് ഇലക്ട്രോൺ അല്ലേ. അൺപെയർഡ് ഇലക്ട്രോൺസിനെ സറൗണ്ട് ചെയ്യുന്ന മറ്റ് ചാർജസ് മൂലം ദർ വിൽ ബി ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇറ്റ് വിൽ ഗിവ് ആൻ അഡീഷണൽ പൊട്ടൻഷ്യൽ എനർജി ടു ദ അൺപെയ്ഡ് ഇലക്ട്രോൺ. അതെന്ത് ചെയ്യുന്നു? അൺപെയ്ഡ് ഇലക്ട്രോണിന് ഒരു അഡീഷണൽ പൊട്ടൻഷ്യൽ എനർജി കൊടുക്കുന്നു. ആ പൊട്ടൻഷ്യൽ എനർജിയെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ പൊട്ടൻഷ്യൽ എന്ന്. ഓക്കെ, ഈ ക്രിസ്റ്റൽ പൊട്ടൻഷ്യലിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ച് നമ്മുടെ ESR സ്പെക്ട്രം എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇറ്റ് വിൽ സ്പ്ലിറ്റ് ദ എനർജി ലെവൽസ്. ഇങ്ങനത്തിലുള്ള ഈ സ്പ്ലിറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റിംഗ് ഓഫ് എനർജി ലെവൽസ് ഡ്യൂ ടു crystal potential is called fine structure splitting. ഓക്കെ, ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റിംഗ് എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ എടുത്തിരിക്കുന്ന ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ ഒരു ക്രിസ്റ്റലൈൻ എൻവയോൺമെൻറ്റിലാണ് ഇരിക്കുന്നത്. സോ ദർ വിൽ ബി ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ദ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആൻഡ് ദ അതർ ചാർജസ് സറൗണ്ടിങ് ഇറ്റ്. So there will develop an electrostatic potential between the unpaired electron and the surrounding charges. Okay, and that potential is called crystal potential and is denoted by V crystal. Okay, depending on the strength of this crystal potential, it can affect the ESR spectrum and it will split the energies levels. എനർജി ലെവൽസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഈ ക്രിസ്റ്റൽ പൊട്ടൻഷ്യലിന് സാധിക്കും. The splitting of the energy levels due to this potential or crystal potential is called fine structure splitting. ഈ ക്രിസ്റ്റൽ പൊട്ടൻഷ്യൽ മൂലമുണ്ടാകുന്ന സ്പ്ലിറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റിംഗ് എന്ന്. മനസ്സിലായോ? അടുത്ത ടേം എന്ന് പറയുന്നത് ഇലക്ട്രോൺ സീമൻ എനർജി. എന്താണ് ഇലക്ട്രോൺ സീമൻ എനർജി? നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള കണക്ക് തന്നെ എന്താണ് ഒരു ഇതിനെ കൊണ്ടുവന്ന് അടുത്തത് ഇലക്ട്രോൺ സീമൻ എനർജി. ഇലക്ട്രോൺ സീമൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻറ്ററാക്ട് വിത്ത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഇലക്ട്രോണിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എനർജി ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദേ വിൽ ഗെറ്റ് ആൻ അഡീഷണൽ ഇൻറ്ററാക്ഷൻ എനർജി സാധാരണ പറയും പോലെ തന്നെ. അപ്പോൾ അതിനെ ഡെനോട്ട് ചെയ്യുന്ന അതിൻ്റെ എനർജിയുടെ ടേമാണ് HSB ഈക്വൾ ടു മ്യൂ ഡോട്ട് ബി മൈനസ് മ്യൂ ഡോട്ട് ബി വിച്ച് ഇസ് ഈക്വൾ ടു G മ്യൂ ബി S ഡോട്ട് ബി. ഓക്കെ, അപ്പം നമ്മുടെ ഇലക്ട്രോൺ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു അഡീഷണൽ ടേമാണ് ഇലക്ട്രോൺ സീമൻ എനർജി എന്ന് പറയുന്നത് വിച്ച് ഇസ് HSB ഈക്വൽ ടു G മ്യൂ ബി S ഡോട്ട് ബി. അടുത്തത് ന്യൂക്ലിയർ സീമൻ ഇഫക്റ്റ്. ദാറ്റ് ഈസ് നമ്മുടെ NMR സ്പെക്ട്രം പോലെ തന്നെ
എന്താണ് എനർജി ഡ്യൂ ടു ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് വിത്ത് എക്സ്റ്റേണൽ അല്ലേ ഇൻട്രാക്ഷൻ എനർജി ഡ്യൂ ടു ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻ എനർജിയാണ് ന്യൂക്ലിയർ സീമൻ എനർജി എന്ന് പറയുന്നത്. എന്താണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ന്യൂക്ലിയർ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന എനർജിയാണ് ന്യൂക്ലിയർ സീമൻ എനർജി എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ആൻഡ് ഈസ് ഗിവൺ ബൈ HIB ഈക്വൽ ടു -GN μN I dot B. ഓക്കെ, അപ്പം ഇത്രയും കുറേ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നത് ഒരു കോമ്പൗണ്ട് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി ലെവൽ സ്പ്ലിറ്റിങ്ങിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രാക്ഷൻ എനർജിയെ ബാധിക്കുന്ന ഫാക്ടേഴ്സാണ് ഇതിത്രയും. അതിൻ്റെ കൂടെ തന്നെ അഡീഷണലായിട്ട് വളരെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതാണ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ്ങിന് കാരണമാകുന്നത്. ഓക്കെ, അപ്പം ഒരു കോമ്പൗണ്ടിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൻ്റെ ESR സ്പെക്ട്രത്തിൻ്റെ അതിൻ്റെ ഇൻട്രാക്ഷൻ എനർജി ഇലക്ട്രോണിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഇൻട്രാക്ഷന് പുറമേ അവിടെ പലതരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാകുന്നു. അതിൽ ഒന്നാമത്തെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ കൈനറ്റിക് എനർജിയാണ്. രണ്ടാമത്തെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. മൂന്നാമത്തെ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ പൊട്ടൻഷ്യലാണ്. 4 ഇലക്ട്രോൺ സീമൻ എനർജി. 5 ന്യൂക്ലിയർ സീമൻ എനർജി. ഇതെല്ലാം ദീസ് ഓൾ ഗിവ്സ് അഡീഷണൽ ടേംസ് ടു ദ ടു ദ ഇൻട്രാക്ഷൻ ടോട്ടൽ ഹാമിൽട്ടോണിയൻ ഓഫ് ദി സിസ്റ്റം. ടോട്ടൽ ഹാമിൽട്ടോണിയനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇത് ഇത്രയും ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് വരുന്നത്. ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിങ്. എന്താണ് ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിങ്? അതായത് നമ്മുടെ അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ അൺപെയ്ഡ് ഇലക്ട്രോൺ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നു. എന്തായിരുന്നു അൺപെയ്ഡ് ഇലക്ട്രോൺ നമ്മുടെ ESR സ്പെക്ട്രത്തിന് കാരണക്കാരനായ അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻറ്ററാക്റ്റ് വിത്ത് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദി ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് ഈ ഫിഗറിനകത്തുണ്ട്. ഇത് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. ആ അൺപെയ്ഡ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. നമ്മുടെ അൺപെയ്ഡ് ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ സ്പിന്നും ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ കാരണം ടോട്ടൽ ഹാമിൽട്ടോണിയനിൽ എന്താണ് 2 അഡീഷണൽ ടേംസും കൂടെ വരുന്നുണ്ട്. ടോട്ടൽ ഹാമിൽട്ടോണിയനിൽ പുതുതായിട്ട് 2 അഡീഷണൽ ടേംസും കൂടെ വരാൻ കാരണമാകുന്നു. ഒന്നാമത്തെ ടേമിനാണ് ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ് എന്ന് പറയും. ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ് അതായത് ഈ ന്യൂക്ലിയസിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാഗ്നറ്റിക് മൊമെൻറ്റ് തമ്മിലുള്ള ഡൈപോൾ ഇൻറ്ററാക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ സ്പിന്നും അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ സ്പിന്നും ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും ഇൻറ്ററാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ടോട്ടൽ ഹാമിൽട്ടോണിയനിൽ 2 അഡീഷണൽ ടേംസും കൂടെ വരുന്നു. ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ്. എന്തെന്നാണ്? ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ്. ഓക്കെ, അതുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ന്യൂക്ലിയസിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാഗ്നറ്റിക് മൊമെൻറ്റുകൾ തമ്മിലുള്ള ഡൈപോൾ ഇൻറ്ററാക്ഷൻ ദാറ്റ് ഈസ് മ്യൂഎന്നും മ്യൂഇയും തമ്മിലുള്ള ഡൈപോൾ ഇൻറ്ററാക്ഷൻ്റെ ഫലമായിട്ടാണ് ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ് ഉണ്ടാകുന്നത്. ഓക്കെ, ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ന്യൂക്ലിയസിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാഗ്നറ്റിക് മൊമെൻറ്റുകൾ തമ്മിലുള്ള ഡൈപോൾ ഇൻറ്ററാക്ഷൻ മൂലമാണ് എന്തുണ്ടാകുന്നത്? ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ഫെർമി കോണ്ടാക്റ്റ് ടേമാണ്. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്? ഫെർമി കോണ്ടാക്റ്റ് ടേമാണ്. ദ ഇലക്ട്രോൺ ന്യൂക്ലിയർ ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്ന അത് ഫെർമി കോണ്ടാക്റ്റ് ഇൻറ്ററാക്ഷൻ ടേം തന്നെയാണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫെർമി കോണ്ടാക്റ്റ് ടേം. ഫെർമി കോണ്ടാക്റ്റ് ടേം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. അതെന്ന് പറയുന്നത് നമുക്കറിയാം ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? സ്പിൻ ചെയ്യുന്നുണ്ട്. സ്പിൻ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡ്
ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഈ ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യും. ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ഫെർമി കോണ്ടാക്റ്റ് ടേം ഉണ്ടാകുന്നത്. ഓക്കെ, എന്തുണ്ടാകുന്നത്? ഫെർമി കോണ്ടാക്റ്റ് ടേം ഉണ്ടാകുന്നത് ഇലക്ട്രോൺ അതിൻ്റെ ആക്സസിൽ സ്പിൻ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന് ചുറ്റുമുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡ് ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത്? ഫെർമി കോണ്ടാക്റ്റ് ടേം ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ? അപ്പം നമ്മുടെ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അവിടെ ഇലക്ട്രോണിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റും അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ മാത്രമല്ല ഇൻ്ററാക്ട് ചെയ്യുന്നത്, അതിന് ചുറ്റുമുള്ള പല ഫാക്ടേഴ്സും ഇൻ്ററാക്ട് ചെയ്യുകയും ടോട്ടൽ എനർജിയെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രം എടുത്തപ്പോൾ ഒരു പീക്ക് വരേണ്ടടുത്ത് 2 പീക്ക് ഉണ്ടായത്. ഓക്കെ, അപ്പം അങ്ങനെ അഫക്റ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ കൈനറ്റിക് എനർജി, അതായത് ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ആൻ അഡീഷണൽ ടേം കാൾഡ് ഇലക്ട്രോൺ കൈനറ്റിക് എനർജി ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് h²/2m del². സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ എനർജി, അതായത് നമുക്ക് ESR സ്പെക്ട്രം തരുന്ന അൺപെയ്ഡ് ഇലക്ട്രോണിന് ചുറ്റുമുള്ള മറ്റ് ഇലക്ട്രോൺസും അവിടുത്തെ ന്യൂക്ലിയസും ഒരു അഡീഷണൽ ഫീൽഡ് നമ്മുടെ അൺപെയ്ഡ് ഇലക്ട്രോണിന് കൊടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ദർ വിൽ ഡെവലപ്പ് ആൻ അഡീഷണൽ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കാൾഡ് ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ എനർജി. അടുത്ത ടേം എന്ന് പറയുന്നത് ക്രിസ്റ്റൽ പൊട്ടൻഷ്യലാണ്, അതായത് നമ്മളുടെ കോമ്പൗണ്ട് അല്ലെങ്കിൽ ആറ്റം ഇരിക്കുന്നത് ഒരു ക്രിസ്റ്റലൈൻ എൻവയോൺമെൻറ്റിലാണ്. സോ ദർ വിൽ ബി ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആൻഡ് അതർ ചാർജസ് ഓഫ് ദി ക്രിസ്റ്റൽ. സോ ഈ അൺപെയ്ഡ് ഇലക്ട്രോൺസിനെ ക്രിസ്റ്റലിൻ്റെ മറ്റ് ചാർജസ് എന്ത് ചെയ്യും? ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി ദർ വിൽ ഡെവലപ്പ് ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് കാൾഡ് ക്രിസ്റ്റൽ പൊട്ടൻഷ്യൽ. ഈ ക്രിസ്റ്റൽ പൊട്ടൻഷ്യലിൻ്റെ സ്ട്രെങ്തിനനുസരിച്ച് എനർജി ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് സ്പെക്ട്രം സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സ്പ്ലിറ്റിങ്ങിനെ വിളിക്കുന്ന പേര് ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റിംഗ് എന്നാണ്. അപ്പോൾ ക്രിസ്റ്റൽ പൊട്ടൻഷ്യൽ മൂലം ഉണ്ടാകുന്ന സ്പ്ലിറ്റിങ്ങിനെ വിളിക്കുന്ന പേര് ഫൈൻ സ്ട്രക്ചർ സ്പ്ലിറ്റിംഗ് എന്നാണ്. അടുത്തത് ഇലക്ട്രോൺ സീമൻ ഇഫക്റ്റ്. എന്താണ്? നമ്മൾ സാധാരണ പോലെ തന്നെ ഇലക്ട്രോൺ സീമൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിൻ്റെ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഇലക്ട്രോൺ സീമൻ എനർജി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു G⁻B S.B. ന്യൂക്ലിയർ സീമൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഇൻ്ററാക്ഷൻ എനർജിയാണ് ന്യൂക്ലിയർ സീമൻ എനർജി എന്ന് പറയുന്നത്. ദാറ്റ്സ് വാല്യൂ ഈസ് -Gn⁻⁰I⁻B. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ടേം, അതായത് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ്ങിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ് ആണ്. അതായത് ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അപ്പം ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ എന്തോ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ടെന്ന്. അപ്പം അൺപെയ്ഡ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ സ്പിന്നും ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ടോട്ടൽ ഹാമിൽട്ടോണിയൻ, ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഹാമിൽട്ടോണിയനെ അഫക്റ്റ് ചെയ്യും. അതായത് ടോട്ടൽ ഹാമിൽട്ടോണിയൻ്റെ കൂടെ 2 പുതിയ അഡീഷണൽ ടേംസും കൂടെ വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ്. ഒന്നാമത്തെ ടേം എന്താണ്? ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ് അല്ലെങ്കിൽ ഡൈപോൾ ഇൻ്ററാക്ഷൻ. ഫസ്റ്റ് ടേമാണ് ഡൈപോൾ ഇൻ്ററാക്ഷൻ. സെക്കൻഡ് ടേം ഫെർമി കോണ്ടാക്റ്റ് ഇൻ്ററാക്ഷൻ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെർമി കോണ്ടാക്റ്റ് ഇൻ്ററാക്ഷൻ. ഈ ഇൻ്ററാക്ഷൻ മൂലമുണ്ടാകുന്ന സ്പ്ലിറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ്. ഈ ഡൈപോൾ ഇൻ്ററാക്ഷനും ഫെർമി കോണ്ടാക്റ്റ് ഇൻ്ററാക്ഷനും മൂലം എനർജി ലെവൽസിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ്
ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം ഡൈപോൾ ഇൻട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. ഡൈപോൾ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെയും ഇലക്ട്രോണിൻ്റെയും, ന്യൂക്ലിയസ് ഉണ്ട് ഇവിടെ, ഇലക്ട്രോൺ ഉണ്ട് അല്ലേ, ഇതിന് രണ്ടിന് ന്യൂക്ലിയസിന് ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്, ന്യൂക്ലിയസ് അല്ലേ, ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയസ് സ്പിൻ ചെയ്യുന്നുണ്ട്, സ്പിൻ ചെയ്യുന്നതിന് ഫലമായിട്ട് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ ദർ വിൽ ബി എ മാഗ്നറ്റിക് മൊമെൻറ്റ്. ന്യൂക്ലിയസിന് ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്, ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിന് ചുറ്റും ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. അപ്പം ഈ ന്യൂക്ലിയസിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാഗ്നറ്റിക് മൊമെൻറ്റുകൾ തമ്മിലുള്ള ഡൈപോൾ ഇൻ്ററാക്ഷൻ ആണ് എന്നെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്, ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ് എന്ന്. ഡൈപോൾ ഇൻട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ് എന്ന്. ഓക്കെ, അപ്പം ഈ ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി അവിടെ ഉണ്ടാകുന്ന അഡീഷണൽ ഇൻട്രാക്ഷൻ എനർജിയെ നമുക്ക് ഇങ്ങനെ എഴുതാം. എച്ച് ഡൈപോൾ ഈക്വൽ ടു GN mu B mu N S dot I by R cube minus 3 into S dot R I dot R by R raised to 5. ഓക്കെ, ഇതാണ് അവിടുത്തെ ഇൻട്രാക്ഷൻ എനർജി എന്ന് പറയുന്നത്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഫെർമി കോണ്ടാക്ട് ഇൻട്രാക്ഷൻ. ഇതുണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആക്സസിൽ സ്പിൻ ചെയ്യുന്നുണ്ട്. സോ അതിന് ചുറ്റും ഒരു എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ഇലക്ട്രോൺ സ്പിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ടേമിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫെർമി കോണ്ടാക്ട് ഇൻറ്ററാക്ഷൻ ടേം എന്ന്. എന്തെന്ന് വിളിക്കും, ഈ ഇൻറ്ററാക്ഷനെ വിളിക്കുന്ന പേരാണ് ഫെർമി കോണ്ടാക്ട് ഇൻറ്ററാക്ഷൻ എന്ന്. അപ്പം അവിടെ ഉണ്ടാകുന്ന ഒരു ഇൻട്രാക്ഷൻ എനർജിയാണ് HF is equal to ഫെർമി കോണ്ടാക്ട് is equal to 8π/3 GN mu B mu N mod psi0 square S dot I. ഇനി നമുക്കത് ഈ ഇത്രയും ടേമിനെ 8π/3 മുതൽ മോഡ് psi0 സ്ക്വയറിന് മൊത്തത്തിൽ നമുക്ക് A എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. S dot I, where A is called hyperfine splitting constant. A വിളിക്കുന്ന പേരാണ് hyperfine splitting constant. എയുടെ വാല്യൂ 8π/3 GN mu B mu N mod psi0 സ്ക്വയർ. ഓക്കെ, മോഡ് psi0 സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ ഫെർമി കോണ്ടാക്ട് ടേം എടുക്കുമ്പം നമ്മൾ ഈ ഫെർമി കോണ്ടാക്ട് ടേമിൽ നമ്മൾ എസ് ഓർബിറ്റൽ ഇലക്ട്രോൺസിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് കോൺസ്റ്റൻറ്റ് ഐസോട്രോപ്പിക് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇൻട്രാക്ഷൻ only occurs when the electron is inside the nucleus. Only electrons in the s orbital exhibit this kind of interaction. ഫെർമി കോണ്ടാക്ട് ഇൻട്രാക്ഷൻ എസ് ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എക്സിബിറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺ സ്പിൻ ചെയ്യുമ്പോൾ ഫെർമി കോണ്ടാക്ട് ഇൻട്രാക്ഷനകത്ത് ഇലക്ട്രോൺ സ്പിൻ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അപ്പോൾ ഈ ന്യൂക്ലിയസ് നമുക്കറിയാം ഇലക്ട്രോണിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പം ന്യൂക്ലിയസിന് അടുത്തുള്ള എസ് ഓർബിറ്റൽസിന് മാത്രമേ നമ്മൾ അതിനൊരു പർട്ടിക്കുലർ ഇലക്ട്രോൺ ഡെൻസിറ്റി കാണും. അതായത് അൺപെയ്ഡ് ഇലക്ട്രോൺ ഡെൻസിറ്റി, ഫൈനൈറ്റ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഡെൻസിറ്റി അറ്റ് ദ ന്യൂക്ലിയസിൻ്റെ അടുത്തായിട്ട് ഫൈനൈറ്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള ആ ഒരു ഇതിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഇൻട്രാക്ഷൻ ഫെർമി കോണ്ടാക്ട് ഇൻട്രാക്ഷൻ എടുക്കുകയുള്ളൂ. സോ നമ്മൾ എസ് ഓർബിറ്റൽസിൻ്റെ കേസിൽ എസ് ഓർബിറ്റൽസിലാണ് ഇലക്ട്രോൺസ് ഉള്ളതെങ്കിൽ അവിടെ മാത്രമേ ഫെർമി കോണ്ടാക്ട് ഇൻട്രാക്ഷൻ വരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ PDF നമ്മൾ എന്തെടുക്കത്തില്ല, ഫെർമി കോണ്ടാക്ട് ഇൻട്രാക്ഷൻ ടേം PDF സ്റ്റേറ്റിലിരിക്കുന്ന അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ കേസിൽ നമ്മൾ ഫെർമി കോണ്ടാക്ട് ടേം ഇൻട്രാക്ഷൻ കൺസിഡർ ചെയ്യത്തില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു നോഡുണ്ട്, contains a node at the nucleus and can never have an electron at the node. അവിടെ ആ നോഡിൽ ഇലക്ട്രോൺസ് കാണത്തില്ല. PDF സ്റ്റേറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് അതിനകത്ത് നോഡ്സ് ഉണ്ട്. സോ നോഡ്സിൽ എന്ത് കാണില്ല, ഇലക്ട്രോൺസ് കാണുകയില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പം നമ്മൾ ഫെർമി കോണ്ടാക്ട് ഇൻട്രാക്ഷൻ എസ് ഓർബിറ്റൽസിൻ്റെ കേസിൽ മാത്രമേ എടുക്കാറുള്ളൂ. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിങ്ങിൽ വരുന്നത്. ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ് ആണ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ്ങിന് കാരണമാകുന്നത്. ഓക്കെ, അപ്പം ഹൈപ്പർഫൈൻ സ്ട്രക്ചർ. അപ്പം പിന്നെയും അപ്പം ഒരുപാട് ഇൻറ്ററാക്ഷൻ ടേംസ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ് എന്ന് പറയുന്നത്. അതുമല്ലാത്ത 2 ടേംസ് ഉണ്ട്. ഡൈപോൾ ഇൻറ്ററാക്ഷനും ഉണ്ട്, ഫെർമി കോണ്ടാക്ട് ഇൻറ്ററാക്ഷനും ഉണ്ട്. ആ 2 ടേംസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എച്ച് ഡൈപോൾ ഇൻറ്ററാക്ഷൻ, എച്ച് ഫെർമി കോണ്ടാക്ട് ടേം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഹൈപ്പർഫൈൻ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം H is equal to G mu B B dot S minus sigma Gn mu n B dot I plus sigma AI dot S എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ഹൈപ്പർഫൈൻ ആ ഒരു ഇൻട്രാക്ഷൻ, ടോട്ടൽ ഹാമിൽട്ടോണിയൻ ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ബാക്കി എല്ലാ ടേംസും ഇത് സീമൺ ടേമും നമ്മൾ സീമൺ എനർജിയും ഇലക്ട്രോൺ എനർജിയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് സീമൺ എനർജി, ഇലക്ട്രോൺ സീമൺ എനർജിയാണ്. ഇതെന്ന് പറയുന്നത് ന്യൂക്ലിയർ സീമൺ എനർജിയാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഫെർമി കോണ്ടാക്ട് ടേമാണ്, ഫെർമി കോണ്ടാക്ട് ഇൻട്രാക്ഷൻ ടേമാണ്. ബാക്കി എല്ലാ ടേംസിനെയും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ടോട്ടൽ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺ കൈനറ്റിക് എനർജിയുടെ ടേം വരും, ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ടേം വരും, ക്രിസ്റ്റൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ടേം വരും, ഇലക്ട്രോൺ സീമൻ എനർജി, ന്യൂക്ലിയർ സീമൻ എനർജി, ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിംഗ്, ഇത്രയും ടേംസും കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് ടോട്ടൽ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എടുക്കുന്ന സിസ്റ്റത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ചില ടേംസിനെ നെഗ്ലക്റ്റ് ചെയ്യാം. ഈ ഇലക്ട്രോൺ കൈനറ്റിക് എനർജി, ഇൻറ്റേർണൽ പൊട്ടൻഷ്യൽ എനർജി, ക്രിസ്റ്റൽ പൊട്ടൻഷ്യൽ എനർജി, ഇതൊക്കെയെന്ന് പറയുന്നത് മറ്റ് ടേമുമായിട്ട്, അതായത് ന്യൂക്ലിയർ ഇലക്ട്രോൺ സ്പിൻ കപ്ലിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ ടേംസ് ആയതുകൊണ്ട് നമുക്കതിനെ സിസ്റ്റത്തിനനുസരിച്ച് നെഗ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സിസ്റ്റത്തിനനുസരിച്ച് നെഗ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഒരു ESR ലൈൻ, ഹൈപ്പർഫൈൻ സ്ട്രക്ചർ ഓഫ് ESR ലൈൻ ഈസ് മെയിൻലി ഡ്യൂ ടു ഒരു ESR ലൈനിൻ്റെ സ്പ്ലിറ്റിങ് മെയിനായിട്ട് സംഭവിക്കുന്നത്, ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ് മെയിനായിട്ട് സംഭവിക്കുന്നത് ഡൈപോൾ ഇൻറ്ററാക്ഷനും ഫെർമി കോണ്ടാക്ട് ടേമും കൊണ്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പം ഒരു ഫ്രീ അല്ലെങ്കിൽ ഒരു വാലൻസ് ഇലക്ട്രോണിൻ ലിക്വിഡ് ഓർ ഗ്യാസസ് സ്റ്റേറ്റിൽ എടുക്കുകയാണെങ്കിൽ ഡൈപോൾ ഇൻറ്ററാക്ഷനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ആവറേജസ് ടു 0 ആയിട്ട് എടുക്കാം. ഡൈപോൾ ഇൻറ്ററാക്ഷൻ ലിക്വിഡിൻ്റെ കേസിൽ ഫ്രീ ഓർ വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ഓർ ലിക്വിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡൈപോൾ ഇൻറ്ററാക്ഷൻ നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം ഹാമിൽട്ടോണിയൻ ബാക്കി എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യുമ്പോൾ ഹാമിൽട്ടോണിയൻ ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത് H is equal to G mu B B dot S sigma Gn mu n B dot I plus sigma AI dot S. ഇവിടെ ഈ Gn mu n B dot I എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് 2000 ടൈംസ് സ്മാളർ ദാൻ ദിസ് ടേം. ഈ ഫസ്റ്റ് ടേമിനെക്കാട്ടിലും 2000 ടൈംസ് സ്മാളർ ആണ്. സോ നമുക്ക് വി ക്യാൻ നെഗ്ലക്റ്റ് ദിസ് ടേം, ഈ സെക്കൻഡ് ടേമിനെ നെഗ്ലക്റ്റ് ചെയ്യാം. ദെയർഫോർ H is equal to G mu B B dot S sigma I dot S എന്ന് എഴുതാം. ഇതാണ് ഹാമിൽട്ടോണിയൻ ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഹൈപ്പർഫൈൻ സ്ട്രക്ചറിന് കാരണമായിട്ടുള്ള ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിൻ്റെ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നതിൻ്റെ 2 തരത്തിൽ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നു. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് 2 തരത്തിൽ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാഗ്നറ്റിക് മൊമെൻറ്റുകൾ തമ്മിലുള്ള ഡൈപോൾ ഇൻറ്ററാക്ഷൻ. ഓക്കെ, ഇതിൻ്റെ ഫലമായിട്ട് ടോട്ടൽ ഹാമിൽട്ടോണിയനിലേക്ക് നമ്മളൊരു ടേം ആഡ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഡൈപോൾ ഇൻറ്ററാക്ഷൻ ടേം. രണ്ടാമതെന്ന് പറയുന്നത് ഇലക്ട്രോണിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു അഡീഷണൽ ടേം ഉണ്ടാകുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഫെർമി കോണ്ടാക്ട് ടേം. ഈ 2 ടേംസും കൂടെ മൂലമുണ്ടാകുന്ന ഈ 2 ടേംസിൻ്റെയും ഇഫക്റ്റ് മൂലമുണ്ടാകുന്ന സ്പ്ലിറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന്. ഓക്കെ, ഇനി നമുക്ക് ESR സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം എടുക്കാം.
അപ്പം ഒരു ഹൈഡ്രജൻ ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുമ്പോൾ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് E=G(μB)(B)ms ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഇരിക്കുന്ന ഒരു നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് സാധാരണ ഒരു എലമെൻറ്റ് ഇരിക്കുകയാണ് എങ്കിൽ, ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ഇരിക്കുകയാണ് എങ്കിൽ അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെങ്കിൽ അതിനൊരു പെർട്ടിക്കുലർ എനർജി കാണും. പക്ഷേ നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡോ ഇലക്ട്രിക് ഫീൽഡോ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എനർജിയിൽ എന്തുണ്ടാകും? വ്യത്യാസം ഉണ്ടാകും. അതിൻ്റെ നോർമലായിട്ടുള്ള എനർജിയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. ആ വ്യത്യാസം വരുത്തുന്ന ആ ഒരു ഫാക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർട്ടർബേഷൻ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? പെർട്ടർബേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി, അപ്പം അതിൻ്റെ ഫലമായിട്ട്, അതായത് നമ്മൾ സാധാരണ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, എക്സ്റ്റേണലായിട്ടൊരു ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഒക്കെ അപ്ലൈ ചെയ്ത് ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ എനർജിയിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ആ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു ഫാക്ടർ കാണും. നമ്മുടെ അതിൻ്റെ നോർമൽ സ്റ്റേറ്റിലുള്ള എനർജിയുടെ കൂടെ ആഡ് ചെയ്ത് വരുന്ന അഡീഷണൽ ഫാക്ടർ, ആ ഒരു ഫാക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർട്ടർബേഷൻ ടേം. എന്തെന്ന് വിളിക്കും? പെർട്ടർബേഷൻ ടേം എന്ന്. ഇതെല്ലാം നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പെർട്ടർബേഷൻ തിയറി എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കുന്നതാണ്. അപ്പം ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് G(μB)(B)ms ആണ്. ഓക്കെ, ഇനി അതിനെ നമ്മൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിനകത്തുണ്ടാകുന്ന പെർട്ടൂബിംഗ് ടേമാണ് AMI(ms) എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പെർട്ടർബേഷൻ ടേം എന്താണ്? AMI(ms) ആണ്. ഓക്കെ, പെർട്ടർബേഷൻ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പെർട്ടർബേഷൻ ടേമാണ് AMI(ms) എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പെർട്ടർബേഷൻ തിയറിയിൽ പഠിക്കും ഈ പെർട്ടർബിൻ ടേം ഹാമിൽട്ടോണിയൻ്റെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ, അതായത് ആ എനർജിയിൽ നമ്മളിപ്പം H0 എന്ന് പറയുന്ന എനർജിയിൽ ആഡ് ചെയ്ത് വരുന്ന അഡീഷണൽ എനർജീസിനെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ H1, സെക്കൻഡ് ഓർഡർ കറക്ഷൻ H2, അതേ കണക്ക് തന്നെ അതിൻ്റെ വേവ് ഫംഗ്ഷനിലും കറക്ഷൻസ് പഠിക്കും. Ψ0, Ψ1, Ψ2 അങ്ങനെ. അതിൻ്റെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത്. EMS(MI)=G(μB)(B)(S) + A(MI)(ms). ഓക്കെ, ഓക്കെ, അപ്പം ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് G(μB)(B)(S) ആണ്. അത് അവിടുത്തെ അഡീഷണൽ ആയിട്ട് വരുന്ന പെർട്ടർബിംഗ് ടേം ആണ് AI.S എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ വാല്യൂ ആണ് EMS(MI)=G(μB)(B)(ms) + ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ടേം ആണ് AMI(ms) എന്ന് പറയുന്നത്. AMI(ms) എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഡർ കറക്ഷൻ ടേം ആണ്. വേറെ MS ±½ ആൻഡ് MI ±½ ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എംഎസിൻ്റെ വാല്യൂവും MIയുടെ വാല്യൂ ഇതെന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രം ആണ്. അപ്പോൾ അതിൻ്റെ എനർജി ലെവൽസിലുണ്ടാകുന്ന സ്പ്ലിറ്റിംഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അപ്പം നമ്മൾ നോർമലായിട്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ പഠിച്ചത്, അപ്പം MS -½ MS +½ നോർമലായിട്ടുള്ള സ്പ്ലിറ്റിംഗ്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ നോർമൽ സ്പ്ലിറ്റിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ അവിടെ പെർട്ടർബേഷൻ ടേം വന്ന് ഇപ്പോൾ ഒരു MI എന്ന് പറയുന്നൊരു അഡീഷണൽ ടേമും കൂടെ വന്ന് അപ്പോൾ ഓരോ ലെവൽസും വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ എനർജി ലെവൽസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം എംഎസിൻ്റെ വാല്യൂ +½ MIയുടെ വാല്യൂ +½ അപ്പോൾ എന്തായിട്ട് വരും? 1/2 G(μB)(B) + A/4. അടുത്തത് എംഎസിൻ്റെ വാല്യൂ +½ MIയുടെ വാല്യൂ -½ അപ്പം 1/2 G(μB)(B) - A/4. ഇനി എംഎസിൻ്റെ വാല്യൂ -½ MI +½ അപ്പം -G(μB)(B) - A/4. ദെൻ എംഎസിൻ്റെ വാല്യൂ -½ MIയുടെ വാല്യൂ -½ ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് ദിസ് വൺ. അപ്പം നമുക്ക് അതിൻ്റെ സ്പെക്ട്രം എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം. അതായത് ഇതെന്ന് പറയുന്നത് എംഎസിൻ്റെ വാല്യൂ -½ എംഎസിൻ്റെ വാല്യൂ +½ ആയിരിക്കുമ്പോൾ ഈ എംഎസിൻ്റെ +½ വാല്യൂ തന്നെ 2 ലെവൽസായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. -1/2 E ആൻഡ് +1/2 E ആയിട്ട്. അതേ കണക്ക് തന്നെ -½ വാല്യൂം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. MI +½ -½ ഓക്കെ, 2 ലെവൽസായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇതെന്ന് പറയുന്നത് നോർമൽ സീമൻ ഇഫക്റ്റ് ആണ്.
ഇതെന്ന് പറയുന്നത് എന്താണ്? നോർമൽ സീമൻ ഇഫക്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ വരുന്ന സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ഫെർമി കോണ്ടാക്റ്റ് ഇൻട്രാക്ഷൻ ആണ്. എന്താണ്? ഫെർമി കോണ്ടാക്റ്റ് ഇൻട്രാക്ഷൻ ആണ് ഈ വരുന്ന ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഈ ടേം എന്ന് പറയുന്നത് എന്താണ്? നോർമൽ സീമൻ സ്പ്ലിറ്റിംഗ് ആണ്. ഇതെന്ന് പറയുന്നത് ഫെർമി കോണ്ടാക്റ്റ് ടേം ആണ് അല്ലേ? അപ്പം ഇതിനകത്ത് നോർമൽ സീമൻ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ നാച്ചുറലി ഇത്രയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഫെർമി കോണ്ടാക്റ്റ് ടേം കാരണം അതെന്തായിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പം വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേന് ഇവർക്കിടയിൽ എന്തുണ്ടാകുന്നു? എനർജി ഡിഫറൻസ് ഉണ്ടാകുന്നു. ഇനി ഇവിടെ ട്രാൻസിഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എം ഐ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എം ഐ ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ട്രാൻസിഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എം എസ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഹാഫും ഡെൽറ്റ എം ഐ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഡെൽറ്റ എം എസ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഹാഫും ഡെൽറ്റ എം ഐ ഇസ് ഈക്വൽ ടു 0 ആണ് എങ്കിൽ ഈ എനർജി ലെവൽസുകൾക്കിടയിൽ എന്ത് ചെയ്യും? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പം ഡെൽറ്റ എം എസ് ഇസ് ഈക്വൽ ടു എന്താ? എം ഐ ഇസ് ഈക്വൽ ടു 0 ആകണം. അപ്പം പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് എത്ര വരും? 0 വരും. മൈനസ് ഹാഫ് 0 വരും. അപ്പം ഇവർക്കിടയിലാണ് ട്രാൻസിഷൻ നടക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് 2 ലൈൻസ് കിട്ടും. ഓക്കെ, 2 ലൈൻസ് കിട്ടും. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫെർമി കോണ്ടാക്റ്റ് ടേം എ ആയിരിക്കും. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫെർമി കോണ്ടാക്റ്റ് ടേം എ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. ഇനി ഒരു ലൈൻ എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? നമ്പർ ഓഫ് ലൈൻസ്, അതായത് ഒരു സ്പെക്ട്രം നമ്മൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ചല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്ന്, പക്ഷേ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് കാരണം അതെന്തായിട്ട് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ സ്പെക്ട്രം എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനുള്ള ഇക്വേഷനാണ് 2ni+1 എന്ന് പറയുന്നത്. n എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇക്വലൻ്റ് ന്യൂക്ലിയെ, അതിന് ചുറ്റുമുള്ള നമ്പർ ഓഫ് ഇക്വലൻ്റ് ന്യൂക്ലിയെ, i എന്ന് പറയുന്നത് അതിൻ്റെ സ്പിന്ന്. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ എത്ര ലൈനായിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല. റിലേറ്റീവ് ഇൻറ്റൻസിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ നമ്പർ ഓഫ് ഇൻറ്ററാക്റ്റിംഗ് ന്യൂക്ലിയെ. അൺപെയർഡ് ഇലക്ട്രോണുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന മറ്റ് ന്യൂക്ലിയയുടെ നമ്പറിനനുസരിച്ചാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാകുന്നത്. ഇഫ് ഓൺലി 1 ന്യൂക്ലിയസ് ഈസ് ഇൻറ്ററാക്റ്റിംഗ് all lines have equal intensity. ഒരു അൺപെയർഡ് ഇലക്ട്രോണുമായിട്ട് അല്ലെങ്കിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോണുമായിട്ട് ഒരൊറ്റ ന്യൂക്ലിയസെ ഇൻട്രാക്ട് ചെയ്യുന്നു, ഒരു ടൈപ്പ് ഓഫ് ന്യൂക്ലിയസെ ഇൻട്രാക്ട് ചെയ്യുന്നുള്ളെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും? സെയിം ആയിരിക്കും. മൾട്ടിപ്പിൾ ന്യൂക്ലിയ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ ഇൻറ്റൻസിറ്റി വ്യത്യാസമായിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ്ഡ് ബേസ്ഡ് അപ്പോൺ സ്പിന്നിനനുസരിച്ച് വ്യത്യാസം വരും. ആൻഡ് സ്പിൻ എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഫോളോ ബൈനോമിയൽ എക്സ്പാൻഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസം വരും. എങ്ങനെയാണെന്ന് നമുക്ക് എക്സാമ്പിൾ വഴി പഠിക്കാം. ഇപ്പം I ഇസ് ഈക്വൽ ടു പ്ലസ് ഹാഫ്, ഇൻറ്റൻസിറ്റി സ്പിൻ എന്ന് പറയുന്ന പ്ലസ് ഹാഫ് ഉള്ള എലമെൻസിനകത്ത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയർ, നെയ്ബറിംഗ് ന്യൂക്ലിയർ, നമ്പർ ഓഫ് ഇക്വലൻ്റ് ന്യൂക്ലിയർ. 0 ആണെങ്കിൽ 1, കാരണം എന്താണ്? 2n ഇവിടെ 0 ആയിപ്പോയി. 0 + 1 1. ഓക്കെ, അടുത്തത് 1 ആകുമ്പോഴത്തേന് എന്ത് വരും? 1/2 1 1 + 1 2. അപ്പോൾ 2 ലൈൻസ് ഉണ്ടാകും. ഒരു ന്യൂക്ലിയേ ഉള്ളൂ, ഒരു ന്യൂക്ലിയേ ഉള്ളൂ. അപ്പോൾ രണ്ടിനും സെയിം ഇൻറ്റൻസിറ്റി ആയിരിക്കും. അത് 1:1 എന്നുള്ള രീതിയിലായിരിക്കും ഇൻറ്റൻസിറ്റി വരുന്നത്. അടുത്തത് n ഇസ് ഈക്വൽ ടു 2, I ഇസ് ഈക്വൽ ടു 1/2. അപ്പം 2 1/2 1. അപ്പോൾ 2 + 1 3. അപ്പോൾ എത്ര ന്യൂക്ലിയ ഉണ്ട്? 2 ന്യൂക്ലിയ ഉണ്ട് അല്ലേ? അപ്പോൾ 3 ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 1 2 1. അപ്പം രണ്ടെണ്ണത്തിന് സെയിം ഇൻറ്റൻസിറ്റിയും നടുക്കുള്ളതിന് കൂടുതൽ ഇൻറ്റൻസിറ്റിയും. അടുത്തത് n ഇസ് ഈക്വൽ ടു 3, I ഇസ് ഈക്വൽ ടു 1/2. അപ്പോൾ 3 + 1 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 1 3 3 1. അടുത്തത് n ഇസ് ഈക്വൽ ടു 4. അപ്പം 4 + 1 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 1 4 6 4 1. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകും. നമുക്കതിൻ്റെ ഗ്രാഫ് കാണാം, സ്പെക്ട്രം കാണാം. n ഇസ് ഈക്വൽ ടു 1 ആകുമ്പം 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. രണ്ടിനും സെയിം ഇൻറ്റൻസിറ്റി. n ഇസ് ഈക്വൽ ടു 2 ആകുമ്പം 1:2:1 അല്ലേ? അങ്ങനെ വന്നത് 1 2 1. n ഇസ് ഈക്വൽ ടു 3 ആയപ്പോഴാണ് 1 3 3 1. n ഇസ് ഈക്വൽ ടു 4 ആയപ്പോഴത്തേന് 1 4 6 4 1 അല്ലേ? 1 1 4 6 4 1. ഇങ്ങനെ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷനും നമ്പർ ഓഫ് ലൈൻസ് എത്രയാണ് നമുക്ക് 2ni+1 നിന്നും
നമ്പർ ഓഫ് ലൈൻസ് കണ്ടുപിടിക്കാം. അതിനകത്തുനിന്ന് ഇൻറ്റൻസിറ്റി നമ്പർ ഓഫ് നെയ്ബറിംഗ് ന്യൂക്ലിയ അനുസരിച്ച് നമുക്ക് ഇൻറ്റൻസിറ്റി പാറ്റേണും കണ്ടുപിടിക്കാം. ഇനി i = 1 ആകുമ്പോൾ ഉള്ളത്, i = 1 ആകുമ്പം 2ni + 1, i 1 ആയി, അപ്പോൾ 2n + 1 ആയി. n 0 ആകുമ്പോൾ 1, n 1 ആകുമ്പോഴത്തേനാ n 1 ആകുമ്പം 2 + 1 3 ലൈൻസ് വരും. അപ്പോൾ ഒരൊറ്റ ന്യൂക്ലിയേ ഉള്ളൂ, സോ സെയിം ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഇനി n 2 ആകുമ്പോഴത്തേന് 4 + 1 5 ലൈൻസ് വരും അല്ലേ, 5 ലൈൻസ് വരും. അപ്പോൾ 2 ന്യൂക്ലിയ ഉണ്ട്, അപ്പം സെയിം ഇൻറ്റൻസിറ്റി ആണോ? അല്ല. അപ്പം 1 2 3 2 1 ഇങ്ങനെ പോകും. മനസ്സിലായോ? ഉണ്ടോ? ഇതിൻ്റെ n = 1 ആയപ്പോൾ 3 ലൈൻസായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. n = 2 ആയപ്പോഴത്തേന് 5 ലൈൻസായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. n = 3 ആയപ്പോൾ 1 2 3 4 5 6 7, അതായത് 2n + 1 ആണ്, കാരണം i 1 ആയി. അപ്പം 2 × 6 + 1 7 ലൈൻസായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇങ്ങനെ നമ്പർ ഓഫ് സ്പ്ലിറ്റിങ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ വനേഡിയം മോളിക്യൂളാണ് എടുത്തിരിക്കുന്നത്. വനേഡിയത്തിൻ്റെ സ്പിൻ എന്ന് പറയുന്നത് 7/2 ആണ്. അത് വൺ ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ എത്രയാണ്? O ആണ് അല്ലേ. അപ്പം 1 ആണ്. n = 1 ആണ്. അപ്പം എത്രയായിട്ട് വരും? 8 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഇതേപോലെ സെയിം ഇൻറ്റൻസിറ്റിയാണ്, കാരണം നമ്പർ ഓഫ് നെയ്ബറിംഗ് ന്യൂക്ലിയ 1 ആണ്. അപ്പോൾ സെയിം ഇൻറ്റൻസിറ്റി ആയിരിക്കും. ഇനി ബെൻസീൻ റാഡിക്കൽ എടുക്കുകയാണെങ്കിൽ, റാഡിക്കൽ അയോൺ ഓഫ് ബെൻസീൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 6 ഇക്വലൻ്റ് ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, 6 ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ നെയ്ബറിംഗ് ന്യൂക്ലിയയുടെ എണ്ണം എത്രയാണ്? 6 ആണ്. അപ്പോൾ n = ഇവിടെ 6 ആണ്. i = എത്രയാണ്? i = 1/2 ആണ്. i = 1/2 ആണ്. അപ്പോൾ എത്ര വരും? 2 6 1/2 + 1 7 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പക്ഷേ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി സെയിം ആണോ? അല്ല, ഇൻറ്റൻസിറ്റി ഡിഫറെൻ്റ് ആണ്, കാരണം 6 നെയ്ബറിംഗ് ന്യൂക്ലിയ ഉണ്ട്. അപ്പം 1 6 15 20 15 6 1 എന്ന് വരും. ഇതാണ് ബെൻസീൻ റാഡിക്കൽ ആനയോൺസിൻ്റെ ESR സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും ഇലക്ട്രോണിൻ്റെ സ്പിന്നും തമ്മിൽ 2 വിധത്തിൽ ഇൻട്രാക്ട് ചെയ്യും. ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റും തമ്മിലുള്ള ഡൈപോൾ ഇൻട്രാക്ഷൻ മൂലവും ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ന്യൂക്ലിയസിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് 2 അഡീഷണൽ ടേംസ് ടോട്ടൽ ഹാമിൽട്ടോണിയൻ്റെ കൂടെ ആഡ് ചെയ്യുകയും എനർജി ലെവൽസിൽ സ്പ്ലിറ്റിങ്ങിന് കാരണമാവുകയും ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന്. അപ്പം ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ്ങിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് 2ni + 1, where n is the number of neighboring nuclei, i is the spin. അവിടെ നിന്ന് നമുക്ക് റിലേറ്റീവ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. അത് കണക്ക് തന്നെ ബൈ നോയിങ് ദ നമ്പർ ഓഫ് നെയ്ബറിംഗ് ന്യൂക്ലിയെ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റിലേറ്റീവ് ഇൻറ്റൻസിറ്റീസ് ഓഫ് ദി സ്പെക്ട്രൽ ലൈൻസ് ആൻഡ് ഫ്രം ദി ഇക്വേഷൻ വി ക്യാൻ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്. പിന്നെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് നമ്മൾ നോർമലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ്. നമ്മൾ നോർമലായിട്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച സമയത്തും ഈ ഒരു ഇക്വേഷൻ വെച്ചാണ് പഠിച്ചത്. ഇവിടെ MS എന്ന് പറയുന്നത് = 0 ആണ്. ഇവിടെ എനർജി നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. MS = -½ എന്നും MS = +½ എന്നും സ്പ്ലിറ്റ് ചെയ്തു. -½ എന്നും +½ എന്നുമായിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ സീമൻ ഇഫക്റ്റ് എന്ന്. ഇനി എന്ത് ചെയ്തു? ഇൻ ദ പ്രസൻസ് ഓഫ് ഫെർമി കോണ്ടാക്ട് ടേം ഈച്ച് ലെവൽസ് വിൽ സ്പ്ലിറ്റ്, ഓരോ ലെവൽസും സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇതെന്ന് പറയുന്നത് ഫെർമി കോണ്ടാക്ട് ഇൻട്രാക്ഷൻ മൂലമാണ്. ഇനി ഇവർക്ക് ഈ എനർജി ലെവൽസിന് ഇവിടുത്തെ എനർജി ട്രാൻസിഷൻ നടക്കണമെങ്കിൽ, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഇലക്ട്രോൺ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ ട്രാൻസിഷൻ റൂൾസ് ഒബേ ചെയ്യണം. ട്രാൻസിഷൻ റൂൾ എന്ന് പറയുന്നത് ΔMS is equal to ±1 എന്നും MS is equal to ±1 എന്നും ΔMI is equal to 0 എന്നുമാണ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എനർജി ലെവൽസ് സ്പ്ലിറ്റ് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്
എം ഐ ഇസ് ഈക്വൾ ടു പ്ലസ് ഹാഫിൽ നിന്ന് എം ഐ ഇസ് ഈക്വൾ ടു പ്ലസ് ഹാഫിലേക്കും എം ഐ ഇസ് ഈക്വൾ ടു മൈനസ് ഹാഫിൽ നിന്നും ഇവിടുത്തെ മൈനസ് ഹാഫിലേക്കും ആയിരിക്കും ട്രാൻസിഷൻ നടക്കുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ച് ന്യൂ എനർജി അറിയാമെങ്കിൽ നമുക്ക് അവിടുത്തെ അവിടുത്തെ ഫ്രീക്വൻസി ഓഫ് ട്രാൻസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ്ങിൽ പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടും എസ്സേയുടെ സെക്ഷനിലും ചോദിക്കും. നല്ലതുപോലെ പഠിക്കുക.